ഹായ്, ഓണമൊക്കെ വരാൻ പോകുമല്ലേ. അപ്പോൾ എല്ലാ വർഷവും നമ്മൾ ഓണത്തിന് അത്തപ്പൂക്കൾ ഇടും വീട്ടിൽ. അപ്പം പൂക്കൾ നമ്മൾ കടയിൽ നിന്ന് വാങ്ങാറാണ് പതിവ്. ഈ പൂക്കൾ വരുന്നത് തമിഴ്നാട്ടിൽ നിന്നാണ് കൂടുതലും. അപ്പോൾ ഞാൻ കരുതി ഇത്തവണ നമുക്ക് തമിഴന്മാരുടെ പൂക്കളെ ആശ്രയിക്കാതെ നമ്മുടെ വീട്ടിൽ തന്നെ പൂക്കളത്തിനുള്ള പൂവ് ഉണ്ടാക്കാമെന്ന്. അങ്ങനെ ഞാൻ ബന്ദി ചെടി നടുന്നേ ആലോചിച്ചപ്പം ഇനി തൈയൊക്കെ പാകി മുളച്ച് ഒക്കെ വരാൻ കുറേ ടൈം എടുക്കും. അപ്പോൾ ഞാൻ ഓൾറെഡി ഒരു ബന്ദിച്ചെടി വീട്ടിലുണ്ടായിരുന്നു. അതിൽ നിന്ന് കുറേ തൈകൾ നിർമ്മിക്കാവുന്ന കാര്യം നിർമ്മിച്ചു. അതായത് വേര് മുളപ്പിച്ചു. അതിൻ്റെ വീഡിയോ ഞാൻ നേരത്തെ ഇട്ടിട്ടുണ്ട്. അപ്പം ഞാൻ ഏകദേശം ഒരു 10ഓളം ബാഗ് എടുത്തിട്ടുണ്ട്, ഗ്രോ ബാഗ്. അതിൽ ഞാൻ നേരത്തെ പച്ചക്കറി കൃഷി ചെയ്ത ബാഗാണ്. അപ്പോൾ ഇതിനകത്ത് ഓൾറെഡി വളമെല്ലാം മിക്സ് ചെയ്ത് വെച്ചേക്കുക. ചാണകവും കോഴിവളമൊക്കെ ഇട്ടിട്ടുണ്ട്. പിന്നെ കൂട്ടത്തിൽ പ്രധാനമായിട്ട് ഒരു വളവും കൂടി ചേർക്കണം. അതാണ് എല്ലുപൊടി. എല്ലുപൊടി ചേർക്കാനുള്ള കാരണം നമ്മൾ ഈ നടുന്നത് തൈവേരില്ലാത്ത ചെടി, അതായത് വേര് മുളപ്പിച്ചതാണല്ലോ. അപ്പോൾ നമ്മൾ എല്ലുപൊടി കൂടി ചേർത്ത് കൊടുത്താൽ ചെടിക്ക് കുറച്ചുകൂടി കരുത്തുണ്ടാകും, വേരൊക്കെ കുറച്ചുകൂടി സ്ട്രോങ് ആയിരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ എല്ലുപൊടി ചേർക്കുന്നത്. എല്ലുപൊടിക്ക് 30 രൂപയാണ് കിലോ. ഞാൻ 2 കിലോ വാങ്ങിയിട്ടുണ്ട്. പക്ഷേ 2 കിലോയുടെ ആവശ്യമില്ല നമ്മൾ ഈ 10 ഗ്രോ ബാഗ് നിറയ്ക്കാൻ. നമ്മൾ കുറച്ച് വീതം ഇട്ട് കൊടുത്താൽ മതി. അപ്പം നമ്മൾ ഒരു പിടി മതി എല്ലുപൊടി. അത് നമ്മൾ ഈ മണ്ണ് മാറ്റിയിട്ട് ഇതിലോട്ട് മിക്സ് ചെയ്യണം. അപ്പോൾ നമ്മൾ തൈ എടുക്കുകയാണ്. ഇത് നമ്മൾ ഹൈഡ്രജൻ പെറോക്സൈഡ് മുക്കി വെച്ചാണ്. അതായത് ഈ ബന്ധിച്ചെടികളുടെ ബ്രാഞ്ച് വരുമല്ലോ, അത് കട്ട് ചെയ്ത് ഹൈഡ്രജൻ പെറോക്സൈഡ് മുക്കി ചെയ്തതാണ്. അപ്പം പെട്ടെന്ന് വേര് മുളയ്ക്കും. ഒരു 3-4 ദിവസം കൊണ്ട് ഇങ്ങനെ ഇത്രത്തോളം വേരാവും. അപ്പോൾ ഇതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ പെട്ടെന്ന് തന്നെ പൂക്കളുണ്ടാവും. ഒരു 2 ആഴ്ച കൊണ്ടൊക്കെ തന്നെ പൂക്കളുണ്ടാവും. നമ്മൾ ഒരു ഗ്രോ ബാഗിൽ 2 ചെടി വീതം നടാനാണ് ഉദ്ദേശിക്കുന്നത്. കാരണം ഇത് ഒരുപാട് ഹൈറ്റിലൊന്നും പോകത്തില്ലല്ലോ. അതുകൊണ്ട് നമ്മൾ ബുഷായിട്ട് നല്ല അടിപൊളിയായിട്ട് നിൽക്കുക. അതുകൊണ്ട് 2 ചെടി വീതമാണ് നടുന്നത്. ആകെ നമ്മുടെ കയ്യിൽ 10 ബാഗും 20 തൈകളുമാണ് ഉള്ളത്. അപ്പം ഏകദേശം എല്ലാ ചെടികളിലും മുട്ടൊക്കെ വന്നിട്ടുണ്ട്. ഒരു റെഡിമെയ്ഡ് ചെടി എന്ന് വേണമെങ്കിൽ പറയാം. കൊണ്ടിപ്പോൾ ഞാൻ എല്ലാം നട്ടിട്ടുണ്ട്. 10 ബാഗിലും നിറച്ചിട്ടുണ്ട്. ചില ബാഗിലൊക്കെ പൂക്കളോടുകൂടിയാണ് നിൽക്കുന്നത്. ഇപ്പോൾ ഓണമൊക്കെ ആകുമ്പം ബന്ദിപ്പൂവിനാണല്ലോ ഡിമാൻഡ്. അത് മഞ്ഞ കളറ്. അപ്പം വീട്ടിൽ ബന്ദിയുള്ളവർ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്.